നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ചാലക്കുടിയിൽ പട്ടാപ്പകൽ കത്തികാട്ടി ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ നിന്ന് കവർന്നത് 15 ലക്ഷം. മോഷ്ടാവെത്തിയത് ബൈക്കിൽ. പോലീസ് അന്വേഷണം ഊർജിതം. തിരുവനന്തപുരത്ത് ഡിജിറ്റൽ അറസ്റ്റിലൂടെ തട്ടിയത് 2 കോടി. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞതിൽ സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി. ആർക്കെതിരെ കേസെടുക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച്. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണം. വനം വകുപ്പ് റിപ്പോർട്ട് നൽകണം. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായി കണ്ടെത്തൽ. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം. 529.5 കോടിയുടെ പലിശരഹിത വായ്പ അനുവദിച്ചു. തുക ടൗൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്ക്. തിരിച്ചടവിന് 50 വർഷം. സഹായം ലഭിച്ചത് വളരെ വൈകിയെന്ന് KN ബാലഗോപാൽ. കോട്ടയം റാഗിങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിറന്നാളിന് ചെലവ് നൽകാത്തതിനും പീഡിപ്പിച്ചിരുന്നതായി പോലീസ്. കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച്. നടപടി സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്ന് വീണ ജോർജ്. കണ്ണൂരിലെ റാഗിംഗ് പരാതിയിൽ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥി തൂങ്ങിമരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. സിനിമാ മേഖലയിൽ ചേരിപ്പോര് രൂക്ഷം. സുരേഷ് കുമാറിനൊപ്പം അടിയുറച്ച് നിർമ്മാതാക്കൾ. സുരേഷ് പറഞ്ഞത് സംഘടനാ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം. ക്ഷണിച്ചിട്ടും ആന്റണി യോഗത്തിൽ പങ്കെടുത്തില്ല. നിലപാട് അനുചിതമെന്നും പ്രസ്താവന. പെരുമ്പാവൂരിന് പിന്തുണയുമായി കൂടുതൽ താരങ്ങൾ രംഗത്ത്. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ ട്രംപിന് മോദിയുടെ പിന്തുണ. ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങൾ നാളെ എത്തും. പൗരന്മാരെ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി. അദാനി വിഷയം വ്യക്തിപരമെന്ന് മോദി. भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए 2 देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. വിമർശിച്ച് രാഹുൽ ഗാന്ധി. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത്. അക്രമി ഗ്ലാസ് തല്ലിത്തകർത്ത ശേഷം പണം കവരുകയായിരുന്നു. ബൈക്കിലെത്തിയ അക്രമിയാണ് കവർച്ച നടത്തിയത്. 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തുമ്പ് കിട്ടിയതായി വിവരമുണ്ടോ? അഭിലാഷ, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതായത് ബാങ്കിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചിട്ടാണ് ബാങ്കിനുള്ളിലേക്ക് കടന്നത്. 15 ലക്ഷം രൂപയാണ് അക്രമി കവർന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ വന്ന്, അതായത് ബാങ്കിൻ്റെ കൗണ്ടറിലേക്ക് വന്ന ശേഷം കസേരയെടുത്ത് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ച ശേഷമാണ് ഉള്ളിൽ കടന്ന് കത്തി കാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ശേഷം പണം കവരുകയായിരുന്നു എന്നാണ് പരാതി. അതുമാത്രമല്ല, ജീവനക്കാർ ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ സമയത്താണ് ഇയാൾ ബാങ്കിലേക്ക് കയറി വരികയും കവർച്ച നടത്തുകയും ചെയ്തത്. ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. സംഭവം നടന്നിരിക്കുന്നത് ചാലക്കുടി പോട്ട പള്ളിക്ക് സമീപത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിലാണ്. ഇത് എപ്പോഴും ആളുകൾ പോകുന്നതും അല്ലെങ്കിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതുമായ തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ്. അതായത് സൈലൻ്റായ ഒരു ഏരിയയിലുള്ള സ്ഥലമല്ല ഇത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് ഈ ബാങ്കിൽ നേരത്തെയും ഇയാൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇത്ര ആസൂത്രിതമായി തന്നെയാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇത് ആരാണ് കവർന്നത്? ഇയാൾ മാത്രമേ ഉള്ളൂ? അത് ഒന്നിലധികം ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. ഇത് മലയാളിയാണോ അതല്ലെങ്കിൽ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ബാങ്കിലെ CCTV ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്രമിയെപ്പറ്റി ഒരു ഏകദേശ സൂചന ലഭിച്ചിട്ടുള്ളത്. സൂചന ലഭിച്ചു
എന്ന് പറയുമ്പോഴും അക്രമി ആരാണ് എന്നുള്ള കാര്യത്തിലേക്ക് ഇനിയും എത്താൻ ഒരുപാട് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇയാൾ ഏത് ഭാഗത്തു നിന്നും വന്നു, ഏത് ഡയറക്ഷനിലേക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോട്ട റോഡിലുള്ള മറ്റു കടകളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് വരികയാണ് പോലീസ്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പട്ടാപ്പകൽ ഒരു ബാങ്കിൻ്റെ ശാഖയിൽ കയറി ഇത്തരത്തിൽ മോഷണം നടത്തുക എന്ന് പറയുന്നത് ആസൂത്രിതമല്ല, നടക്കില്ല എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് പോലീസ്. ഇത് നേരത്തെയും ഇയാൾ ഒരുപക്ഷെ അന്ന് തന്നെയോ അതല്ലെങ്കിൽ മുൻപും ബാങ്കിലെത്തിയ ശേഷം ബാങ്കിൻ്റെ രീതികളെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ടാകാം. അല്ലാതെ ഇത്ര പെട്ടെന്ന്, അതായത് 2.5 മിനിറ്റിനുള്ളിലാണ് 15 ലക്ഷം രൂപയും കവർന്ന് അയാൾ പുറത്തു പോയത് എന്ന് ബാങ്ക് ജീവനക്കാർ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതിതീവ്രമായി ഇത്തരം ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട കൃത്യമായ ആസൂത്രണമില്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് നിരീക്ഷണം. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ആക്രമിയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അഭിലാഷ്, വിശദാംശങ്ങളാണ് ഞാൻ രവീന്ദ്രൻ നൽകിയത്. പോലീസ് മുന്നറിയിപ്പ് വെറുതെയായി. ഡിജിറ്റൽ അറസ്റ്റിലൂടെ തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിക്ക് നഷ്ടമായത് 2 കോടിയോളം രൂപയാണ്. 10 അംഗ സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ജനുവരി 14 മുതൽ തുടങ്ങിയ തട്ടിപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് പണം നഷ്ടപ്പെട്ടയാൾ സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. CBI കസ്റ്റംസിൽ നിന്നോ ജഡ്ജിയിൽ നിന്നുമാണെന്ന് അവകാശപ്പെടുന്ന അജ്ഞാത നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. അവർ സൈബർ കുറ്റവാളികളായിരിക്കാം. ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ഉടൻ തന്നെ അവരെ കുറിച്ച് അറിയിക്കുക. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ പോലീസ് നൽകുന്ന ഈ മുന്നറിയിപ്പും വെറുതെയായി. പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിയായ 52-കാരൻ കഴിഞ്ഞ ജനുവരി 14 രാവിലെയാണ് കെണിയിൽപ്പെട്ടത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നെന്ന പേരിൽ ഫോണിൽ വിളിച്ച 1-ാം പ്രതി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും തുടർ നടപടികൾക്കായി കോൾ CBI ഇൻസ്പെക്ടർക്ക് ഫോർവേഡ് ചെയ്യുകയാണെന്നും നിർദ്ദേശം നൽകി. പിന്നാലെ CBI ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി 3-ാം പ്രതി വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തു. ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും വിവിധ ബാങ്കുകളിലെ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടു. പിന്നാലെ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പേരിൽ പ്രതികൾ നൽകിയ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ജനുവരി 14-നും 22-നും ഇടയിൽ 1,84,15,993 രൂപ പ്രതികൾ കൈപ്പറ്റുകയായിരുന്നു. കബളിപ്പിക്കപ്പെട്ട വിവരം ഏറെ വൈകി തിരിച്ചറിഞ്ഞ 52-കാരൻ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയത്. BNS 318, 319, IT നിയമത്തിലെ 66D തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് തട്ടിപ്പ് സംഘത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം കൈമാറിയിരിക്കുന്ന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും തട്ടിപ്പിനായി ഫോണിലും വാട്സാപ്പിലും ബന്ധപ്പെട്ട വിവിധ മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് സൈബർ ക്രൈം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം പെരുകുന്ന ഞെട്ടലിലാണ് സൈബർ പോലീസ്. മുന്നറിയിപ്പിനപ്പുറം ഇനി എന്ത് എന്ന ചോദ്യത്തിനും ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉത്തരവില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തോടും വനം വകുപ്പിനോടും വിശദീകരണം തേടി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടിഞ്ഞ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയോടും വനം വകുപ്പിനോടും വിശദീകരണം തേടി. ഗുരുവായൂർ ദേവസ്വം ലൈഫ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ തിങ്കളാഴ്ച നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത്തരം അപകടങ്ങളുണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്നും ഹൈക്കോടതി ചോദിച്ചു. 2 ആനകളുടെയും ഫീഡിംഗ് രജിസ്റ്റർ, ട്രാൻസ്പോർട്ടേഷൻ രജിസ്റ്റർ തുടങ്ങിയവ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇടഞ്ഞ ആനകൾ. ഉത്സവത്തിനിടെ ഇന്നലെ വൈകിട്ട് 6-നാണ് പീതാംബരൻ, ഗോകുൽ എന്നീ ആനകൾ ഇടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായും കണ്ടെത്തൽ. ജില്ലാ കളക്ടറും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും വനമന്ത്രിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ആണ് ഇക്കാര്യം ഉള്ളത്. ആനയുടമകളും ക്ഷേത്രം ഭാരവാഹികളും അപകടത്തിന് ഉത്തരവാദികളാണ് എന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഒരു ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പ്രതികരിച്ചത്.
ക്ഷേത്രം ഭാരവാഹികൾക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി ജില്ലാ കളക്ടറും ഫോറസ്റ്റ് കൺസർവേറ്ററും സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആനകൾക്ക് ഇടച്ചങ്ങലയിടണമെന്ന നിർദ്ദേശം പാലിക്കാതെ വന്നതോടെ നാട്ടാന പരിപാലന ചട്ടം പ്രത്യക്ഷത്തിൽ തന്നെ ലംഘിക്കപ്പെട്ടു. ഇക്കാര്യത്തിൽ ആനയുടമകളും ക്ഷേത്രം ഭാരവാഹികളും ഉത്തരവാദികളാണെന്നും മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. അന്ന് ഉത്സവം നടത്താൻ ആനകളെ എഴുന്നള്ളിക്കാനൊക്കെ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കോടതി ഞങ്ങൾ ആ നിർദ്ദേശമാണ് സബ്മിറ്റ് ചെയ്തത്. കാരണം ഇനി എല്ലാം സ്റ്റേറ്റ് ലെവലിൽ വന്ന് ആലോചിക്കുന്നതിന് പകരം ഓരോ ജില്ലയിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വ്യത്യസ്തതയുണ്ടല്ലോ. ആ വ്യത്യസ്തതയൊക്കെ അവിടെ പരിശോധിച്ച് പൊതുവെ സമൂഹത്തിന് അപകടമല്ലാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പ്രപ്പോസൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും എല്ലാ അനുമതിയോടും കൂടിയാണ് ഉത്സവം നടത്തിയതെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കേസെടുത്താൽ നിയമപരമായി നേരിടും. ഫിറ്റ്നസ് ഉള്ള ആനയാണ് നമ്മൾ വാങ്ങിയത്. ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ മുൻകരുതലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഗുരുവായൂരിൽ നിന്നും കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിച്ച പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഇടഞ്ഞത്. പരസ്പരം കൊമ്പുകോർത്ത ആനകൾ ക്ഷേത്ര ഓഫീസിന്റെ മേൽക്കൂര തകർക്കുകയും കെട്ടിടാവശിഷ്ടങ്ങൾ സമീപത്തിരുന്നവരുടെ ദേഹത്തേക്ക് പതിക്കുകയുമായിരുന്നു. ഇതിൽ ഗുരുതര പരിക്കേറ്റ കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, വടക്കേൽ രാജനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. കുറുവങ്ങാട് മാവിൻചുവട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ഉച്ചയോടെ ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. 12 പേർ ചികിത്സയിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. ആനയുടെ തൊട്ടടുത്ത് കതിനവെടി പൊട്ടിച്ചതുകൊണ്ടാണ് ആന വിരണ്ടത് എന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ പറഞ്ഞു. വീഡിയോ ക്ലിപ്പിങ്ങുകളിൽ ഇത് വ്യക്തമാണ്. വെടിക്കെട്ടിനെ തുടർന്നാണ് ആന വിരണ്ടത്. 2 ആനകൾക്കും ഫിറ്റ്നസ് ഉള്ളതാണ്. ഗുരുവായൂർ ദേവസ്വം ആനകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇൻഷുറൻസിൽ നിന്നും പണം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും VK വിജയൻ പ്രതികരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്കൊക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിയമപ്രകാരം അർഹതയുള്ളതായിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് നൽകുവാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട്, ഇൻഷുറൻസിന്റെ ഏജന്റുമായിട്ടും ഒക്കെ വേണ്ട ഏർപ്പാടുകൾ ഗുരുവായൂർ ദേവസ്വം ചെയ്തു വരുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 529.5 കോടി രൂപയുടെ സഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനം സമർപ്പിച്ച 16 പ്രൊജക്ടുകൾക്ക് വായ്പാ സഹായമാണ് നൽകുന്നത്. എന്നാൽ ഈ സാമ്പത്തിക വർഷം തന്നെ ചെലവഴിക്കണമെന്ന നിബന്ധന വെല്ലുവിളിയാണ് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി സംസ്ഥാന സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരുന്നു. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡുകൾ, പാലങ്ങൾ നിർമ്മിക്കൽ, ദുരന്തമേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ 16 പ്രോജക്ടുകളാണ് തയ്യാറാക്കിയത്. മൂലധന നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സഹായത്തിന് പദ്ധതികൾ കേന്ദ്രത്തിനും സമർപ്പിച്ചിരുന്നു. ഇതിലാണ് 535.56 കോടിയുടെ 16 പ്രോജക്ടുകൾക്ക് വേണ്ടി 529.50 കോടി രൂപ സഹായം അനുവദിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത്. മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പയ്ക്ക് പലിശയില്ല. 50 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ മാസം 11-നാണ് വായ്പാ സഹായം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഡയറക്ടർ ചിന്മയ് പുണ്ടലിക് റാവു സംസ്ഥാനത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. കാപ്പെക്സ് വായ്പ ആയതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം ചെലവഴിക്കണം. 1.5 മാസത്തിനുള്ളിൽ എങ്ങനെ ചെലവഴിക്കുമെന്ന വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതൊരു വലിയ പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ UC കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നമാണ്. ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികമായിട്ടുള്ള അനുഭവം. എന്തായാലും അത് നമ്മൾ പരമാവധി ഇത് യൂട്ടിലൈസ് ചെയ്യാനും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുകയാണ്. അത് ലോണാണ് എടുത്തേക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. കേന്ദ്ര സഹായത്തോടെ നടക്കുന്ന ഈ 16 പദ്ധതികൾക്ക് ആവർത്തന പദ്ധതികൾ പാടില്ല എന്ന നിബന്ധനയോടെയാണ് സഹായം അനുവദിച്ചിരിക്കുന്നത്. 16 പ്രോജക്ടുകളിൽ സർക്കാർ LP സ്കൂളിന് സമീപത്തെ 8-ാം നമ്പർ പാലത്തിന്റെ ചെലവൊഴികെ മറ്റെല്ലാ പദ്ധതികൾക്കും മുഴുവൻ തുകയും അനുവദിച്ചിട്ടുണ്ട്. വായ്പയാണെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന സഹായമാണ് ഇത്.
എന്നാൽ സമഗ്ര പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. വായ്പകൾക്ക് പുറമെ ഗ്രാന്റും സംസ്ഥാന സർക്കാർ ചോദിച്ചെങ്കിലും അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് പരിശോധിക്കാൻ പോലീസ്. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികൾ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പിറന്നാളിന് ചെലവ് നൽകാത്തതിന്റെ പേരിലും റാഗിങ്ങിന് ഇരയാക്കിയതായി പോലീസ് പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തി. നേരത്തെ തലേന്ന സാധനം വീണേ 1 2 സീനിയർ വിദ്യാർത്ഥികളായ 5 പേർ ചേർന്നാണ് ജൂനിയർ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് ഇരയാക്കിയത്. 3 മാസത്തോളം നീണ്ടുനിന്ന റാഗിങ് മറ്റാരും അറിയാത്തത് ദുരൂഹമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഹോസ്റ്റൽ അധികൃതരിൽ നിന്നടക്കം വീണ്ടും മൊഴിയെടുക്കും. ഇന്നലെ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ്. മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം വിപുലപ്പെടുത്തും. പിറന്നാളിന് ചെലവ് നൽകണമെന്ന് സീനിയർ വിദ്യാർത്ഥികളായ പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാൻ സാധിക്കില്ലെന്ന വിദ്യാർത്ഥി പറഞ്ഞതിന്റെ പേരിലും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി. ഡിസംബർ 13-നായിരുന്നു ക്രൂരപീഡനം. പ്രതികൾക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടപടിക്ക് നിർദ്ദേശിച്ചതായും മന്ത്രി അറിയിച്ചു. നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ പോലീസ് ഉടൻ കസ്റ്റഡിയിലേക്ക് വാങ്ങിയേക്കില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷമാകും കസ്റ്റഡി അപേക്ഷ നൽകുക. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFIയും KSUവും ABVPയും കോളേജിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 കോട്ടയം. കണ്ണൂർ കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ കേസെടുത്ത് പോലീസ്. +2 വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെയാണ് കേസ്. +1 വിദ്യാർത്ഥിയാണ് റാഗിങ്ങിന് ഇരയായത്. സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ലെന്ന് ആരോപിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, തടഞ്ഞുവെക്കൽ തുടങ്ങി 6 വകുപ്പുകൾ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തി. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി എബ്രഹാം ബെൻസനെയാണ് 1-ാം നിലയിലേക്കുള്ള പടിക്കെട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ക്ലർക്കിൽ നിന്ന് കുട്ടിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നതായി സഹപാഠികൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ VHSC ഡെപ്യൂട്ടി ഡയറക്ടറോട് മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശിച്ചു. പ്രോജക്ടിന്റെ ഭാഗമായുള്ള റെക്കോർഡ് ബുക്കിൽ പതിക്കുന്നതിനായി ഓഫീസിൽ കുട്ടി എടുത്തിരുന്നു. ടീച്ചറുടെ നിർദ്ദേശപ്രകാരമാണ് സീലെടുത്തതെന്നാണ് വിവരം. എന്നാൽ ഓഫീസിലെ ക്ലർക്ക് സനൽ കുട്ടിയോട് ഇതിന്റെ പേരിൽ മോശമായി പെരുമാറി. ക്ലർക്ക് മറ്റു കുട്ടികളോടും സ്ഥിരമായി മോശമായി പെരുമാറാറുണ്ട്. ടീച്ചർമാരോട് പരാതിപ്പെട്ടെങ്കിലും ക്ലർക്കിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളതെന്നും സഹപാഠികൾ പറയുന്നു. ക്ലർക്ക് നേരത്തെ അവന്റെ തന്തയ്ക്ക് വിളിച്ചാണ് സംസാരിച്ചത്. പക്ഷേ നമ്മളെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മളാരും അവന്റെ തന്തയ്ക്ക് വിളിക്കാറില്ല. അവനക്ക് അത് ഇഷ്ടമില്ല. പെട്ടെന്ന് വയലന്റ് ആവും. അതുകൊണ്ട് അവനെ വിളിക്കാറില്ല. അവിടെ വന്ന് അവൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇതേപോലെ തന്തയ്ക്ക് വിളിച്ചിടാന്ന് പറഞ്ഞായിരുന്നു. ഓന്ന് പറഞ്ഞു, ഞാൻ നോക്കാം, നീ അവിടെ നില്ല്, പോണ്ട, അങ്ങനെ എന്തിനാണ് ചെയ്യണം, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞു. പ്രധാനാധ്യാപികയോട് പരാതി പറഞ്ഞതിനെ തുടർന്ന് ക്ലർക്കിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടി നൽകിയില്ല. രക്ഷിതാക്കളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കുട്ടിക്ക് നൽകുകയാണ് ചെയ്തത്. കുറ്റപ്പെടുത്തിയുള്ള തരത്തിലെ പെരുമാറ്റം കുട്ടിയെ മാനസികമായി തളർത്തുകയും ചെയ്തു. ഒരു ക്ലർക്കിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട്, ഹറാസ്മെന്റ് കൊണ്ട് എന്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഇന്നലെ ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് പറയുന്നത്. സ്കൂളിന്റെ സീല് വേണോ അത്ര, സീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു. ഇവര് വന്നിട്ട് ആ ക്ലർക്കിനോട് സാർ ഇതൊന്ന് സീൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോ അയാള് ഈ പിള്ളേരെ കളിയാക്കുന്ന രീതിയിൽ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സമീപനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി V. ശിവൻകുട്ടി ഉത്തരവിട്ടു. കുടുംബത്തിന്റെ ആരോപണം സ്കൂളിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവധി വേണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ പ്രധാനാധ്യാപികയ്ക്ക് ക്ലർക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇയാൾ നിലവിൽ ഒളിവിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വെങ്ങാനൂരിൽ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. അധ്യാപകൻ സെബിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആണ് കേസെടുത്തിട്ടുള്ളത്. അധ്യാപകനെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. അധ്യാപകനെ കളിയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദിച്ചത് എന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു.
പാലക്കാട് ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വാരൂട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരിക്കേറ്റത്. സഹപാഠിയായ 17-കാരൻ ആണ് അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്ന് പോലീസ് പറയുന്നു. ഇരുവരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് നിഗമനം. ഇരുവരും ഒറ്റപ്പാലം NSS KPT VHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തർക്കം മൂർച്ഛിക്കുന്നു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ തള്ളി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. G. സുരേഷ് കുമാർ നടത്തിയ സമരപ്രഖ്യാപനം ഭരണസമിതി എടുത്ത തീരുമാനത്തിന് പിന്നാലെയാണ് എന്നും സംഘടനയ്ക്ക് എതിരായും വ്യക്തിപരവുമായുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി. സിനിമാ മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജൂൺ 1 മുതൽ സമരം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നു. സംഘടനാ വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ നടത്തിയ സമരപ്രഖ്യാപനം ഭരണസമിതിയുടെ കൂട്ടായ തീരുമാനത്തിലല്ല എന്നായിരുന്നു പ്രധാന വിമർശനം. എന്നാൽ ഫിയോക്ക, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക എന്നീ സംഘടനകളുടെ സംയുക്ത യോഗത്തിനു ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഘടനാ കാര്യങ്ങൾ G. സുരേഷ് കുമാർ പരസ്യമായി പറഞ്ഞത് ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരമാണ്. സംഘടനാ പ്രസിഡന്റ് ആൻഡോ ജോസഫിന്റെ അസാന്നിധ്യത്തിൽ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വൈസ് പ്രസിഡന്റുമാരായ G. സുരേഷ് കുമാർ, സിയാദ് കോക്കർ എന്നിവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്നും പ്രസ്താവനയിൽ പറയുന്നു. സംഘടനയുടെ യോഗത്തിൽ ക്ഷണിച്ചിട്ടും പങ്കെടുക്കാതെ പരസ്യ നിലപാട് എടുത്ത ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട് അനുചിതമാണെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലയിരുത്തുന്നു. സംഘടനയ്ക്കെതിരായും വ്യക്തിപരമായുള്ള നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും അസോസിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ ചേരിപ്പോരാണ് ഇതോടെ തെളിയുന്നത്. ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ പ്രഖ്യാപിച്ച് നടൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. സിനിമാ നിർമ്മാതാക്കൾ സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ. സമരം സംബന്ധിച്ച് കത്ത് ലഭിച്ചു. ഉന്നയിച്ച 3 കാര്യങ്ങളിൽ ഒന്ന് GST ആണ് എന്നും അത് ധനവകുപ്പ് തീരുമാനിക്കേണ്ടതാണ് എന്നും സജി ചെറിയാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. സിനിമാക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ അവർ പരിഹരിക്കട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. ഇടവേള. വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിച്ചും സൗഹൃദം പുതുക്കിയും മോദി ട്രംപ് കൂടിക്കാഴ്ച. അതേസമയം നികുതി തീരുമാനങ്ങളിൽ ഇളവില്ലെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചുനിന്നു. അനധികൃത കുടിയേറ്റവും ഭീകരവാദവും ചർച്ച ചെയ്തു. ഇലോൺ മസ്കിനെയും പ്രധാനമന്ത്രി കണ്ടു. വൈറ്റ് ഹൌസിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ പല വിഷയങ്ങൾ കടന്നുവന്നു. US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനം, അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. താനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ 4 വർഷവും സൗഹൃദം നിലനിർത്തിയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കാൻ നടപടികൾ ആരംഭിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. US-ഉം ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും. ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കൗൺസിലേറ്റ് തുടങ്ങും, മോദി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം നികുതി തീരുമാനങ്ങളിലെ ഇളവിന് ട്രംപ് തയ്യാറായില്ല. തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങളോടും അമേരിക്കയ്ക്ക് ഒരേ സമീപനമാകും. നികുതി തീരുമാനത്തിൽ സഖ്യരാജ്യങ്ങൾ ശത്രുരാജ്യങ്ങളെക്കാൾ മോശമാണെന്നും ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കുമെന്ന് മോദി വ്യക്തമാക്കി. കൈമാറ്റ തീരുമാനത്തിന് നന്ദിയെന്ന് മോദി പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിൽ വെച്ച് ഇലോൺ മസ്കുമായും മോദി കണ്ടു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വോൾട്ട്, ഇന്റലിജൻസ് മേധാവി തൽസി ഗബാർഡ്, വ്യവസായി വിവേക് രാമസ്വാമി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വീണ്ടും നാടുകടത്താനൊരുങ്ങിയ അമേരിക്ക 119 പേരുമായി 2 വിമാനങ്ങൾ നാളെ ഇന്ത്യയിൽ എത്തുമെന്നാണ് വിവരം. അമൃത്സർ വിമാനത്താവളത്തിലായിരിക്കും 2ാം ഘട്ടത്തിൽ വിമാനങ്ങൾ എത്തുകയെന്ന് പഞ്ചാബ് സർക്കാർ അറിയിച്ചു. എന്നാൽ നാളെ എത്തുന്നത് സൈനിക വിമാനങ്ങൾ ആണോ എന്നത് വ്യക്തമല്ല. ആകെ 487 പേരെ അമേരിക്ക നാടുകടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രൂക്ഷമായി മറുപടി നൽകി പ്രധാനമന്ത്രി.
സ്വകാര്യ വ്യക്തിയുടെ കാര്യം ചർച്ച ചെയ്യാനല്ല രണ്ട് നേതാക്കൾ കൂടിക്കണ്ടത്. എല്ലാ ഇന്ത്യക്കാരും തനിക്ക് ഒരുപോലെയാണ് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. രാജ്യത്തിന്റെ സ്വത്ത് കവർന്നത് എങ്ങനെ സ്വകാര്യ കാര്യം ആകും എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. At all today, the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi. Prime Minister Modi, have you asked the president to take action on that case? Thank you. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक പാലാ നഗരസഭയിലെ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ സ്വന്തം ചെയർമാനെ പുറത്താക്കി കേരള കോൺഗ്രസ് എം. ഷാജു തുരുത്തനെ പുറത്താക്കിയത് UDF സ്വതന്ത്ര അംഗത്തിന്റെ അവിശ്വാസ പ്രമേയത്തിലാണ്. 14-0 എന്ന നിലയിലാണ് വോട്ടിംഗ് നടന്നത്. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നു. പാലക്കാട് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ CPIM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാതെ തള്ളി. കോറം തികയാൻ 11 അംഗങ്ങൾ ആവശ്യമാണ് എന്നിരിക്കെ CPIMലെ 8 പേർ മാത്രമായിരുന്നു എത്തിയത്. കോൺഗ്രസിലെയും BJPയിലെയും അംഗങ്ങൾ വിട്ടുനിന്നു. ഇതോടെയാണ് പ്രമേയം ചർച്ച ചെയ്യാതെ തള്ളിയത്. 22 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസിന് 9-ഉം CPIMന് 8-ഉം BJPക്ക് 5-ഉം അംഗങ്ങളാണ് ഉള്ളത്. അവിശ്വാസം തള്ളിയതോടെ CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു. കുംഭമേള വൈറൽ താരം മൊണാലിസ കേരളത്തിൽ. ബോബി ചമ്മണ്ണൂർ ജുവല്ലേഴ്സിന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡയമണ്ട് കളക്ഷന്റെ ഉദ്ഘാടനത്തിനായാണ് മൊണാലിസ കോഴിക്കോട് എത്തിയത്. വാലന്റൈൻസ് ഡേ സമ്മാനമായി ഡയമണ്ട് മാല നൽകിയാണ് ബോബി ചമ്മണ്ണൂർ മൊണാലിസയെ സ്വീകരിച്ചത്. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് വാലന്റൈൻസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ പുതിയ ഡയമണ്ട് കളക്ഷന്റെ ഉദ്ഘാടനം കുംഭമേള വൈറൽ താരം മൊണാലിസ നിർവഹിച്ചു. വാലന്റൈൻസ് ദിന സമ്മാനമായി ബോബി ചെമ്മണ്ണൂർ ഡയമണ്ട് മാല മൊണാലിസയുടെ കഴുത്തിൽ അണിയിച്ചു. 10,000 രൂപ വില വരുന്ന മാലയാണ് കഴുത്തിൽ അണിയിച്ചതെന്നും ഏതൊരു സാധാരണക്കാരനും ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ എത്തിയാൽ ഈ മാല വാങ്ങാമെന്നും ബോബി ചെമ്മണ്ണൂർ. ഡയമണ്ട് സെക്ഷൻ ഇപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ കളക്ഷൻ, വെരി ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. 10,000 ഓൺവേർഡ്സ്. മറ്റേ ഡയമണ്ട് ഒക്കെ മിനിമം 25,000 വേണം. അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. കേരളത്തിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതടക്കം വലിയ മാറ്റങ്ങളാണ് കുംഭമേളയിലെ അപ്രതീക്ഷിത പ്രശസ്തിയിലൂടെ ഉണ്ടായതെന്നും മൊണാലിസ പറഞ്ഞു. വൈറൽ താരത്തിന്റെ കേരളത്തിലേക്കുള്ള ആദ്യ വരവിൽ മൊണാലിസയെ കാണാൻ നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവൻ 63,920. 18 ക്യാരറ്റ് ഗ്രാമിന് 6,585, പവൻ 52,680. വെള്ളി ഗ്രാം 107, കിലോ 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി അനുശ്രീ ചേരും. നമസ്കാരം. മോദി